നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. പാനൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം ജൂൺ 6 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഷാഫി പറമ്പിൽ MP നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ പാനൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡിൽ ജൂൺ 6 പ്രവർത്തനം ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 15 വരെ ഡിസ്കൗണ്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തന്നെ ലാബിനും 20% മേലെ ഡിസ്കൗണ്ട് കൊടുക്കാനും ആലോചിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് കുറേ കൂടി പദ്ധതികൾ മനസ്സിലുണ്ട്. അതൊക്കെ ഈ നാട്ടിലുള്ള പാവപ്പെട്ട രോഗികൾക്ക് ഫ്രീ ആയിട്ട് മെഡിസിൻ കൊടുക്കുന്ന ചെറിയ കാർഡ് സിസ്റ്റം വെച്ചുകൊണ്ട് ഒക്കെയുള്ള പദ്ധതികൾ മുന്നിലുണ്ട്. ഈ കാര്യത്തിൽ ഇതിനുള്ള പൂർണ്ണമായുള്ള സഹകരണം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് പത്രപ്രവർത്തകരുടെ കയ്യിൽ നിന്നാണ്. കാരണം എല്ലാത്തിനും പബ്ലിസിറ്റിയും അതുപോലെ തന്നെ ജനങ്ങളുടെയുള്ള ശ്രദ്ധ ആകർഷിക്കലാണ് ഏറ്റവും വലിയ ആവശ്യം. ഉച്ചക്ക് 2 മണിക്ക് ഷാഫി പറമ്പിൽ MP സഹകരണ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ലാബിന്റെ ഉദ്ഘാടനം പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിമും, ഫാർമസിയുടെ ഉദ്ഘാടനം PPA ഹമീദും, ദന്തൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം പാനൂർ നഗരസഭ മുൻ ചെയർപേഴ്സൺ KV റംല ടീച്ചറും നിർവഹിക്കും. ചടങ്ങിൽ PK റഹീം അധ്യക്ഷത വഹിക്കും. ചെറുപ്പത്തിലെ കാണുന്ന ആരോഗ്യരംഗത്ത് ആകെ ഒരു പാനൂരുള്ള പ്രൈമറി ഹെൽത്ത് സെന്റർ, CH താലൂക്ക് ഹോസ്പിറ്റൽ ഈ ലെവലിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും പ്രൈവറ്റ് മേഖലയിലാണെങ്കിൽ 1% മാത്രമാണ് നമുക്കൊരു ഇൻപേഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റൽ ഇവിടെ. പിന്നെ പുതിയ ക്ലിനിക്കുകളൊക്കെ ഇവിടെ കുറേയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒരു ഇൻപേഷ്യൻ്റ് ഹോസ്പിറ്റലായി ഈ പാനൂരും പരിസരത്തും ഒരു സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലും ഇവിടെ ഇല്ല. പാനൂരും പരിസരത്തുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എമർജൻസി ഘട്ടം വന്നാൽ നമുക്ക് പാനൂരിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. അത് തലശ്ശേരിയിൽ തന്നെ എത്തണം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇവിടെ ഒരു അരമണിക്കൂർ എന്തായാലും തലശ്ശേരിയിൽ എത്തിയാൽ മാത്രമേ ഒരു അറ്റാക്കോ അല്ലെങ്കിൽ ഒരു സ്ട്രോക്കോ വന്നു കഴിഞ്ഞാലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഇവിടുന്ന് കിട്ടുകയുള്ളൂ. വിവിധ മേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. ശിശുരോഗ വിഭാഗം, ജനറൽ മെഡിസിൻ, നേത്രരോഗ വിഭാഗം, എല്ല് രോഗ വിഭാഗം, ത്വക്ക് രോഗ വിഭാഗം, ദന്തരോഗ വിഭാഗം തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനവും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആരംഭിക്കും. 14 ഡോക്ടർമാർ നമ്മുടെ കൂടെ ഇപ്പോഴുണ്ട്. തുടങ്ങുന്ന ഡേറ്റ് സൗകര്യങ്ങളനുസരിച്ചിട്ട് 1-2 ആഴ്ചക്കുള്ളിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നമ്മൾ തുടങ്ങും. ഈ 8 ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ കുറച്ച് സമീപ ഭാവി തന്നെ ഇത് 24 hours ആക്കിയിട്ട് മാറ്റണം. നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്ന പോയിന്റ്സ് എപ്പാർട്ട് ഫ്രം ദാറ്റ് എക്കണോമിക് ഇത് പറഞ്ഞല്ലോ, നോ പ്രോഫിറ്റ് നോ ലോസിൽ നടത്തണമെന്നുള്ളതാണ്. അതുകൂടാതെ സൺഡേസാണ് നമുക്ക് വളരെയധികം പ്രശ്നമുണ്ടാകുന്നത്. ഒരു ഡോക്ടറെ നമുക്ക് കിട്ടില്ല സൺഡേ. തലശ്ശേരി പോയ ഒരു സ്പെഷ്യലിസ്റ്റിനെയും നമുക്ക് അവൈലബിൾ അല്ല. ഞാൻ ദിവസം 2 മണിക്കൂറൊക്കെ നോക്കാറുണ്ടെങ്കിലും ഇത് തലേന്ന് തന്നെ വിളിച്ച് പറയുന്നവർ നമുക്ക് പെർമനൻ്റ് ആയിട്ടൊരു സൺഡേ ക്ലിനിക്ക് നമുക്ക് ഇവിടെ വേണം പാനൂരിൽ. അപ്പോൾ സൂപ്പർ സ്പെഷ്യലിസ്റ്റോ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റോ സൺഡേ വേണം. 3 മാസത്തിനുള്ളിൽ രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനവും ഒരുക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുകയാണ് ആശുപത്രി ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MK സന്തോഷ്, പ്രൊമോട്ടർമാരായ PPA ഹമീദ്, PK റഹീം, NA കരീം, T അബൂബക്കർ, KV ഇസ്മയിൽ, സമീർ പറമ്പത്ത്, അലി കുയ്യാലിൽ എന്നിവർ ആശുപത്രിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സമഗ്ര ന്യൂസ്.